السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവനത്തെ എല്ലാ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുറെ, അള്ളാഹുരെ ഇഷ്ടപ്പെടുറെ നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ പെടുന്നു ചൊന്തു നസീഹത്താക്കിയുള്ള സ്വന്തത്തെ മറക്കാണ്ട് വസിയത്താക്കിയുള്ള അങ്ങനെ അള്ളാഹുരെ ഇഷ്ടപ്പെടുറെ, അള്ളാഹു ഇഷ്ടപ്പെടുറെ നല്ല മുഅ്മിനുമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഉമ്മത്തുക്ക് കൊടുത്ത ചമ്മ അനുഗ്രഹത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമായിട്ടിക്കറ് തെല്ല് ഇബാദത്ത് കൊണ്ടിട്ടു വലിയ പ്രതിഫല കിട്ടേ ചൊല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഹദീസിൽ ചമ്മ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുക സാധ്യമാണ്. പല സന്ദർഭത്തിലും ലൈലത്തുൽ ഖദർ അതുകൊള്ളൊരു ഉദാഹരണ ഇട്ടിക്കർ ഒരു വർഷത്തിലുള്ള ഒരു നാൾ, ആ ഒരു നാൾ ആക്കിറെ ഇബാദത്തുക്ക് ഖൈറും മിൻ അൽഫി ഷഹർ 1000 തിങ്കളരാണ്ടിയാറ പ്രതിഫല ഉണ്ടു ചൊല്ലെ ആ വിഷയ. അപ്പം അള്ളാഹു ഈ ഉമ്മത്തുക്ക് തന്നെ വലിയ ഒരു അനുഗ്രഹമായിട്ടിക്കറത്. കാരണം ഇതൊക്കെ മുന്നൊരു കഴിഞ്ഞു പോയ ബനു ഇസ്രായേൽ പോലെ ഉള്ള സമുദായത്തെ നിങ്ങൾ പരിശോധിച്ചേണ്ടായെങ്കിൽ ഞങ്ങളാണ്ടിയാറ എത്രമാ വർഷ അങ്ങ് ജീവിച്ചോ ഇന്നാറ്, അങ്ങ് ജീവിച്ചത്രയും വർഷ അങ്ങ് ഇബാദത്തിലായിട്ട് അങ്ങനെ ടൈമുറെ അങ്ങ് സ്പെൻഡാക്കിയോ ഇന്നാർ. അപ്പം അങ്ങനെ ആ ഒരു സ്ഥാനത്തും അല്ലെങ്കിൽ അങ്ങ് ആക്കിയ ഇബാദത്തിരാണ്ടി ആറ ഇബാദത്താക്കുന്ന രൂപത്തിൽ ഈ ഉമ്മത്തുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചാൻസറെ തന്നൂല്ല. ആയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതായ ആ ചാൻസ് അത് എല്ലാവർക്കും യൂസ് ആക്കുകയില്ല. അത് യൂസ് ആക്കണുണ്ടായെങ്കിൽ അവിടെ അള്ളാഹുരെ പ്രത്യേകമായ തൗഫീഖ് ഇന്നെങ്ക് മാത്ര അത് യൂസ് ആക്കുക സാധ്യാവുരെ ചൊല്ലത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിക്കർ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, സഹാബിരങ്ങളുടെ നബി തങ്ങ കേക്കറ് ഒരു നാളില് 2500 പ്രതിഫല ഒരു നാളില് കരസ്ഥമാക്കുക നേടിയെടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധ്യ ഉണ്ടാ ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേക്കറ്. ഒരു നാളില് 2500 അജ്ർ പ്രതിഫല ഒരു നാളിൽ നിങ്ങൾക്ക് കിട്ടും.
അപ്പൊ സ്വഹാബിരങ്ങ് കേൾക്കാറ് അള്ളാഹുര റസൂലെ അത് എങ്ങനെ സാധ്യം? ഒരു നാളില് 2500 പ്രതിഫല ഒരു നാൾ നങ്ങൾക്ക് എങ്ങനെ കിട്ടുക സാധ്യം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊന്തു കൊടുക്കും. ഓരോ നിസ്കാരത്തിൽ പിന്നെയും 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാ, 10 അല്ലാഹു അക്ബർ, അങ്ങനെ 5 വക്ത് നിസ്കാരത്തിൽ നിങ്ങൾ ചൊല്ലറു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അത് നിങ്ങളെ കണക്കിൽ അത് 500 ആയെങ്കും അള്ളാഹുരെ 50 മാത്രമായെങ്കും അള്ളാഹുരെ മുട്ട അത് 500 ആയിട്ടിക്കറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുക്കും. അതേപോലെ കിടക്കുന്ന സന്ദർഭത്തിൽ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ, അത് നിങ്ങളെ കണക്കിൽ കൊറോടി ആയെങ്കും അത് അള്ളാഹുരെ മുട്ട അതിരെ കണക്ക് ഇങ്ങനെ ഇട്ടിക്കറ് ചൊന്തല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്സ്പ്ലെയിൻ ആക്കി കൊടുക്കുന്ന കാണുക സാധ്യം. അതിൽ പിന്നെ നബി കേക്കർ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കും മൻ യഅമലു മിൻകും ഒരു നാളില് 2500 തപ്പാക്കര ആരെങ്കും നിങ്ങളെ കൂട്ടത്തിൽ ഉള്ളാറ ഒരു നാളില്. അപ്പൊ സ്വഹാബിരങ്ങ ചൊല്ലാറില്ല ഒരാൾക്ക് ഒരു നാളില് അത്രയും തപ്പാക്കുക സാധ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാള് ഈ 5 വക്ത് നിസ്കാരത്തിൽ പിന്നെ സുബ്ഹാനല്ലാഹും കിടന്നുറങ്ങുമ്പോഴത്തേക്കു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ പോലുള്ള ദിക്ർ ഒരു നാളിൽ ഒരാൾ ചൊന്തുണ്ടായെങ്കിൽ അവന് കിടന്നുറങ്ങുന്നതിക്കുമുന്നല്ലോ ഒരു നാളിൽ അവൻ്റെ ഹസനാത്ത് സയ്യാത്ത് അവൻ്റെ തപ്പുരാട്ടി യാറ അവൻ്റെ ഹസനാത്തിക്കർ അവൻ്റെ നല്ല അമലിക്കർ. അപ്പൊ ഭാരി ഈസി അല്ലേ? എല്ലാ നാളിലും ഇതൊരാൾ ചൊന്തുണ്ടായെങ്കിൽ ಅವನಿಗೂ ಸ್ವರ್ಗ ಪ್ರವೇಶನ ಬೇಗ ಸಾಧ್ಯ ಆಗೋ ಸಾಧ್ಯತೆ ಉಂಟು. ಅಯ್ಯಂಗ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಚೊಂತು ಒಮನ್ ಯಅಮಲು ಬಿಹಿನ್ನ ಕಲೀಲ್. ഇത് ഇത്ര ഈസി ആയിട്ട് ഇത്ര ചെറിയ ഒരു ഇബാദത്ത് ഇത്ര കൂലി നിശ്ചയിച്ചിട്ട് അള്ളാഹു തന്നിട്ടിന്നെങ്കും ഒമൻ യഅമലു ബിഹിന്ന കലീൽ ഇത് അമലാക്കര ആൾമാർ ബാരി കൊറോടിയായിട്ടിക്കറ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. എന്തേ അതുക്കുള്ള കാരണം അതും നബി തങ്ങ എക്സ്പ്ലെയിൻ ആക്കിತ್ತು. നബി തങ്ങ ചൊന്തു നിങ്ങൾ നിസ്കരിക്കുക നിൽക്കുമ്പോൾ ഷൈത്താൻ നിങ്ങളെ മുട്ടബണ്ട. ഷൈത്താൻ ചൊല്ല ഉദ്കുർ കഥ നീನು അതിരെ ನೆನಪಾಕ್ അല്ലെങ്കിൽ ഇത് ನೆನಪಾಕ್. അപ്പം നിസ്കാരത്ത് കൈകെട്ടിയെങ്കിൽ ഞങ്ങൾ നിസ്കാരത്തേക്ക് മുന്നലും മെസ്സേജ് ആക്കിയത് ഞങ്ങളെ മനസ്സിലേക്ക് സലാം വീട്ടിലെടുത്തോളൂ. ആ മെസ്സേജ് ആക്കിയേക്ക് എന്തൊരു റിപ്ലൈ ಬರು ഇപ്പ അത് സലാം വീട്ടിയ സത്യക്ക് അത് നോക്കണം. അല്ലെങ്കിൽ ನಾನು ഇൻവോയ്സ് കടത്തിര ಅದಕ್ಕೆ എന്തൊരു റെസ്പോൺസ് ಬರು. ഇതിപ്പോൾ മനസ്സിൽ ഞങ്ങളെ ദുനിയാവും ഞങ്ങളെ ബിസിനസ്സും അങ്ങനെ ഷൈത്താൻ ഞങ്ങൾ എന്താക്കുക ഉദ്കുർ കഥ നീ അത് ನೆನಪಾക്ക് ഇത് ನೆನಪಾക്ക് ചൊന്തു നിങ്ങളെ മനസ്സിൽ ഷൈത്താൻ ഇട്ട് തണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെ ഹദീസിൽ ചൊന്നതായിട്ടിക്കർ ಅದರ എക്സ്പ്ലനേഷൻ വിശദീകരണം എന്തല്ല നബി തങ്ങ ചൊന്ന അതേ വേർഡ് ആയിട്ടിക്കർ നാ ചൊന്നൂല. അങ്ങനെ ഷൈത്താൻ നിങ്ങൾ ನೆನಪಾക്കി വയ്ക്കുക. അങ്ങനെ നിസ്കാര കഴിഞ്ഞ സത്തുകൊണ്ട് എന്താക്കറ സലാം വീട്ടറ ಅವನು ತೆಲ್ಲಾರ ದಿಕ್ರ ಸೀದೆಂಚು ಪೋಂಡ ಈ ದಿಕ್ಕರು ಚೊಲ್ಲಗ ಅವನಿಗೆ ಎಂತ ಅವರು മറന്നു പോണ്ടു ചൊല്ലതായിട്ടിക്ക. അപ്പൊ നാണ് ചൊന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചമ്മ ഓപ്ഷൻസ് ഞങ്ങളെ മുന്നിൽ തന്നർ. ಮಾತ್ರ ಅದು ಹಾಕೋಗು ಎಲ್ಲರಿಗೂ ಸಾಧ್ಯ ಆವಿಲ್ಲ. ಒಮ್ಮೆ ಅಮಲು ಬಿಹಿನ್ನ ಕಲೀಲ್ ಅಮಲಾಕ್ರಂಗ ಕೊರೋಡಿ ಆಯ್ತಿಕ್ರಾರು. ಕಾರಣ ಎಂದೇ അമൽ ആക്കൂ അള്ളാഹു സുബ്ഹാനഹു വ തആലരെ പ്രത്യേകമായ ഒരു തൗഫീഖ് വേണം. തൗഫീഖ് ഇല്ലെങ്കിൽ അള്ളാഹുരെ സഹായം ഇല്ലെങ്കിൽ അത് ആക്കൂ സാധ്യമില്ല ചൊല്ലതായിട്ടിക്ക. ഞങ്ങൾ നിസ്കാരത്തിൽ ബാങ്കിക്ക് വേണ്ടിയിട്ട് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ചൊന്തു ബാങ്ക് പള്ളിയിൽ കേൾക്കുമ്പോൾ ഞങ്ങൾ ചൊല്ലേന്ദ്ര് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തിനാ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കാറ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല നക്ക് ഒരു ശക്തിയുമില്ല അല്ലെങ്കിൽ നക്ക് ഒരു നന്റെ പ്രയത്നം ഇല്ല. എന്തിനാ അമൽ ആക്കുക നക്കൊരു പ്രയത്നം ആക്കുക സാധ്യമില്ല. വലാ ഖുവത ഒരു തപ്പിൽ നിന്നിട്ട് നക്ക് ബുട്ടു നിൽക്കുള്ള ശക്തിയില്ല ഇല്ലാ ബില്ലാഹ് അള്ളാഹുരെ സഹായം ഇന്നെങ്കല്ലാണ്ട്. അപ്പം ഞങ്ങളെ മനസ്സിൽ ഞങ്ങൾ ഒരു അള്ളാഹു നല്ല ഒരു ഇബാദത്ത് ആക്കണു വിചാരിച്ച സത്തുക്ക് ഞങ്ങളെ മനസ്സിൽ തപ്പിൽ നിന്നിട്ട് ബുട്ടു നിൽക്കണുണ്ട് ഞങ്ങൾ വിചാരിച്ചത് കൊണ്ടിട്ട് അത് സാധ്യമാവില്ല ഇല്ലാ ബില്ലാഹ് അള്ളാഹുരെ സഹായം ഇന്നെങ്കല്ലാണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കണായ ഒരു വിഷയത്തിക്ക് ചെറിയ 1-2 ഉദാഹരണം ഞങ്ങൾ എടുത്തു നോക്കാം. അപ്പം ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിಗೆ ಎಂಟರ್ ആവുമ്പോഴത്തേക്ക് ചൊല്ലണായ എനിക്കത്തെ ഒരു ചെറിയ ദിക്ർ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നർ. ആ ദിക്ർ വിശാലമായ ദിക്റുണ്ട്. അയെങ്ക ഒരു ചെറിയ ദിക്ർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ള ദിക്റുണ്ട്. എന്തേ അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മതിക്. ഞങ്ങൾ എത്ര ആൾ അത് ചൊന്നറ ഒന്ന് ആലോചനാക്കി നോക്കാം. ആരും കൈയുദ്ധാക്കണ്ട. ഞങ്ങൾ ഒന്ന് ആലോചനാക്കി നോക്കാം. ഞങ്ങൾ ഉണ്ട് ഇഷാഗ് ഇപ്പം പള്ളിയിൽ പോയപ്പോൾ ഞങ്ങൾ എത്ര ആൾ ആ ദിക്ർ ഞങ്ങൾ ചൊന്ന. ഗൊന്തില്ലാത്തത് കൊണ്ടിട്ടല്ലേ ഞങ്ങൾക്ക് ഗൊന്തുണ്ട്.
അതേപോലെ പള്ളിയുടെ പുറത്ത് വരുമ്പോഴത്തേക്കു ദിക്ർ ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. എല്ലാവർക്കും ಗೊತ್ತಿಲ್ಲ, ഇത് ಗೊತ್ತಿല്ലാത്ത കാറില്ല, ചെറിയ മക്കൾക്കും ಗೊತ್ತುಂಟು. ഞങ്ങൾ എത്ര ആള് ആ ദിക്ർ ഉണ്ട് പള്ളിയുടെ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ ചൊന്ന ഉദു എടുത്തൽ പിന്നെ ഒരു ദിക്റുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിത്ത്. ആ ദിക്റിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് അതിരെ കൂലി അള്ളാഹു സീലിട്ട് വെച്ചിറാണ്ട്. അതായത് ആർക്കും അത് ಗೊತ್ತಾಗೋಗಿಲ್ಲ. ഖിയാമത്ത് നാൾ രണ്ട് അള്ളാഹുര മുന്നോളു ആ സീൽ ഓപ്പൺ ആക്കുമ്പോൾ മാത്രം ಗೊತ್ತಾവുര അതിരെ കൂലി എത്തരാണ്ട്. അത്രയും ശ്രേഷ്ഠമായ ഒരു ദിക്റായിട്ടിക്കറ് ഉദു എടുത്തൽ പിന്നെ ചൊല്ലുകുള്ള ദിക്ർ. നഗ ബാത്റൂമിಗೆ ಎಂಟರಾಯ ಇಪ್ಪ ബാത്റൂമിൽ പുറത്ത് വന്ന ചൊല്ലുകുള്ള ദിക്ർ ഞങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತು. ഞങ്ങൾ എത്ര ആൾ ചൊന്ന അത് കഴിഞ്ഞിട്ട് തൗഫീഖ് ചൊല്ലത്. അള്ളാഹു സുബ്ഹാനഹു വ തആലരെ തൗഫീഖിന്നെങ്കിൽ മാത്ര ഞങ്ങൾക്ക് അമലാക്കുക സാധ്യമില്ല. അപ്പം അവിടെ രണ്ട് വിഷയം ഞങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് അതിരെ പഠിക്കുക ഞങ്ങൾ റെഡി ആവണം. ഇങ്ങനെ എന്തെല്ലാം മഹത്വം ഉണ്ടോ അല്ലെങ്കിൽ എവിടെല്ലാം ഉണ്ടു അതിരെ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ഞങ്ങൾ റെഡി ആവണം. രണ്ടാമത്തേത് അത് പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കുമ്പോഴത്തേക്കും അത് ഞങ്ങളെ ജീവനത്തേക്ക് കൊമ്പർനോ ചൊല്ലെങ്കത്തെ ഒരു അതിയായ ഒരു ഇഖ്ലാസ്, ഒരു താല്പര്യ ഞങ്ങളെ മനസ്സിലുണ്ടാവണം. അങ്ങനെ അതിരൊട്ടികമേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടിക തൗഫീഖിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഞങ്ങൾ ദുആർക്കും. അങ്ങനെ ഉള്ള ഒരു 10 നാളായിട്ടിക്കർ ഇൻഷാ അള്ളാഹ് നാളെ അല്ലെങ്കിൽ നാളെക്കലി ഞങ്ങളെ മുന്നോട്ട് കടന്നു പറയുള്ളത് ഉണ്ട്. ദുൽഖഅദ 28 ഇട്ടിക്കർ ഒന്നെങ്കിൽ 4 മാത കണ്ടെങ്കിൽ 4 മഗ്രിബിൽ പിന്നെ 4 മാത കണ്ടില്ലെങ്കിൽ നാളെക്കലി മഗ്രിബിൽ പിന്നെ പ്രവേശിക്കുക പോണ്ടേ ദുൽഹിജ്ജ ചൊല്ലെങ്കത്തെ തിങ്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലും ഹദീസിലും എത്രമാ മഹത്വം നിശ്ചയിച്ച് തന്നെങ്കത്തെ ഒരു 10 നാളായിട്ടിക്കർ ഞങ്ങളെ മുന്നോട്ട് പറയുള്ളത്. യാറത്തെ ആൾമാരും ആ നാളുക്ക് യാതൊരു പ്രാധാന്യത്തെയും കൊടുക്കില്ല, മാത്രമല്ല ഒരു ശ്രദ്ധയുമില്ലാണ്ട് ആ നാളരെ സ്പെൻഡ് ആക്കാറ് ചൊല്ലത് ഒരു റിയാലിറ്റി ആയിട്ടിക്കർ, ഒരു യാഥാർത്ഥ്യമായിട്ടിക്കർ. നോക്കർ അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന പലക്കെന്തരെ ഈ 10 നാൾ ചൊല്ലത് അഫ്ളലു അയ്യാമി ദുനിയ ഇൻദല്ലാഹ്. അള്ളാഹുരെ മുട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദുനിയാവിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ 10 നാളായിട്ടിക്കർ ഈ 4 ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു. പിന്നെ ഒരു ഹദീസിൽ നബി തങ്ങൾ ചൊന്നത് മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ 10 നാളിൽ ഒരാൾ ആക്കിற അമലറാൻറ്റി അള്ളാഹു ഇഷ്ടപ്പെട്ട വേറെ ഒരു അമലില്ലാണ്ട്. അപ്പം എന്താ ഇത്രയും ശ്രേഷ്ഠമായ എനിക്കത്തെ ഇത്രയും മഹത്വമുള്ളത്തെ ഒരു 10 നാൾ ഞങ്ങൾ മുന്നോട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ടിട്ടും ഞങ്ങൾ അതൊക്കൊരു പ്രാധാന്യത്തെ കൽപ്പിക്കില്ല, അല്ലെങ്കിൽ അതിന് എന്തുകൊണ്ടിട്ടും ഞങ്ങൾ ഗൗരവത്തിൽ കാണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല അള്ളാഹു യാറെ ഇഷ്ടമില്ലേ ഈ 10 നാളിൽ അമലാക്കുന്നത് ഇഷ്ടമില്ലത്ര വേറെ ഒരു നാളിലും ആക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത്ര ഇഷ്ടമില്ല വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ഹദീസിൽ നബി തങ്ങൾ ചൊന്തു വല അഅ്ളമു അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫി അശ്റിൽ അദ്ഹാ. ഈ 10 നാളിൽ ആക്കിற അമൽ രാണ്ടി യാറ പ്രതിഫല കിട്ട വേറെ ഒരു അമലുമില്ല. ഈ 10 നാളിൽ നിസ്കരിക്കുന്നതും ഈ 10 നാളിൽ നോമ്പെടുക്കുന്നതും ഈ 10 നാളിൽ ദിക്ർ ചൊല്ലതും ഈ 10 അല്ലാത്ത വേറെ നാളിൽ ദിക്ർ എടുക്കുന്നതിന് കൂലി വെച്ചു നോക്കുന്നുണ്ടായെങ്കിൽ കൂലിയും യാറ ഈ 10 നാളിലായിട്ടിക്കർ അള്ളാഹുക്ക് യാറെ ഇഷ്ടവും ഈ 10 നാളിലാക്കിற ഇബാദത്തെ ടിക്കർ ചൊത്ത ടിക്കർ ഈ ഹദീസിൽ നിന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കൂ സാധ്യവരത്. ഹദീസിനെ വിശദീകരിക്കുന്നവിടെ പണ്ഡിതന്മാർ പരിശുദ്ധ റമദാൻ തിങ്കളെ ഡിസ്കസ് ആക്കുറാറ്. കാരണം ഞങ്ങൾ എല്ലാവരും പഠിച്ചിറ റമദാനായിട്ടിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുട്ട യാറെ ശ്രേഷ്ഠത്വം ഉള്ളത്. ആ റമദാനിലൊരു ജാവുണ്ടു, അത് അൽഫ് ഷഹർ 1000 തിങ്കൾ രാണ്ടി യാറ ശ്രേഷ്ഠത്വം ഉള്ളേ ഒരു നാളായിട്ട് ഒരു ജാവു ആ റമദാനിലുണ്ടു. അതെല്ലാം ഞങ്ങൾ പഠിച്ചിറ. അപ്പോൾ ഉലമാക്കന്മാർ ഡിസ്കസ് ആക്കാറ് ഏത് ആ ഒരു ജാവ അല്ലെങ്കിൽ ഈ നാളെ യാറെ ശ്രേഷ്ഠത്വം ഉള്ളത്. അവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി 2 വിഷയത്തെ ചൊല്ലു. ഒന്നാമത്തെ അയാൾ ചൊല്ലു പ്രത്യേകത നോക്കിയിട്ടുണ്ടായെങ്കിൽ റമദാനിലെ ജാവു കൈട്ടിക്കർ ദുൽഹിജ്ജത്തെ ജാവു രാണ്ടി യാറെ ശ്രേഷ്ഠത്വം ഉള്ളത്. അയങ്ക റമദാനിലെ ഡേ ടൈം റമദാനിലെ പോൽ രാണ്ടി യാറ ദുൽഹിജ്ജത്തെ ഫസ്റ്റ് 10 നാളിൻ്റെ ഡേ ടൈമുക്ക് പ്രാധാന്യത്തെ ഉണ്ടു ചൊന്തൈട്ടിക്കർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലത്. രണ്ടാമത്തെ ഒരു വിഷയം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ലൈലത്തുൽ ഖദറിലെ ജാവുല ആക്കിറെ ഇബാദത്തുക്ക് പ്രവർത്തനത്തുക്ക് ഒരു കൂലിരെ നിശ്ചയിച്ച് തന്നറ.
ಅದಕ್ಕೊಂದು ಪ್ರತಿಫಲತೆ ನಿಶ್ಚಯಿച്ച ಅಂಡ ಆಕರೆ ಇಬಾದತ್ ಅದು ಅಲ್ಫು ಶಹರ್ 1000 തിങ്കൾ ആ ഒരു കണക്ക് നിശ്ചയിച്ചു തന്നറ ആയെങ്കില ഈ 14 ആക്കുന്നതുക്ക് അങ്ങനെ ഒരു കണക്ക് നിശ്ചയിച്ചിട്ടില്ല. ഏറ്റവും പ്രതിഫലം ഉള്ളതുണ്ട്. അതിനർത്ഥം റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ ജാവുല് നിങ്ങൾ ആക്കരെ ഇബാദത്തിനാട്ടിയും പ്രതിഫല ചിലപ്പ ഈ 14 ആക്കരെ ഇബാദത്ത് ഇക്കൂച്ചൊന്ന് അതിൽ മനസ്സിലാവൂ. ചൊത്തിയ ഹദീസിൽ നിന്നിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുക. ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു, ഒരാൾ റമദാനിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഈ 14 ദുൽഹിജ്ജത്തെ 10 നാളിൽ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ಯಾರ ಶ್ರೇಷ್ಠತೆ ಉಳ್ಳದೇದು, ಯಾರ ಕೂಲಿ കിട്ടുന്നതേത്? ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലെ ദുൽഹിജ്ജത്തെ 10 നാളിൽ നിസ്കരിക്കുന്ന 2 റക്അത്ത് കൈട്ടിക്കർ റമദാനിൽ നിസ്കരിച്ച 2 റക്അത്ത് രാണ്ടി ಯಾರ പ്രതിഫല ഉള്ളുണ്ട്. അയങ്ങ റമദാനിക്ക് അതിരത പ്രതിഫലം ഉണ്ട്, അത് വലിയ പ്രതിഫല ഇട്ടിക്കർ. അപ്പൊ അതിനർത്ഥ റമദാനിക്ക് പ്രാധാന്യത്തെ ഇല്ലാണ്ടല്ല, അതിനർത്ഥ എന്താ? റമദാനിൽ വലിയ പ്രതിഫല, കണക്കില്ലാത്ത പ്രതിഫല അള്ളാഹു കൊടുക്കുറ. അയെങ്കില അതിരെ കാണ്ടി ಯಾരെന്താക്കുറ അള്ളാഹു സുബ്ഹാനഹു വതആല ദുൽഹിജ്ജത്തെ 10 നാളിൽ അമലാക്കിയിട്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുറ. ചൊത്തട്ടിക്കർ ഈ ഹദീസ് എല്ലാം വെച്ചിട്ട് പണ്ഡിതന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടത്. അതിൽ പിന്നെ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലൊരു പലക്കുണ്ട്. ഇത് സാധാരണ ആൾമാർക്ക് കേൾക്കുമ്പോൾ അങ്ക് ഗരീബാവർ, അങ്ക് ഒരു അദ്ഭുതം അവർ ഇത് കേൾക്കുമ്പോൾ ഇത് റമദാനിൽ ആക്കറതിനാണ്ട് യാറ കൂലി ഞങ്ങൾക്ക് കിട്ടാണ്ട്. അതിൽ ചൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പരിശോധിച്ചെങ്കത്തെ ഇൽമിന്റെ ആൾമാരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും എന്താവില്ല, അദ്ഭുതമാവുക സാധ്യതയില്ല. കാരണം അങ്ങനെ ഐട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടിട്ടും ഇത് പഠിക്കുന്ന ആൾമാർ, ഗൊന്തില്ലാത്ത ആൾമാർക്ക് ചൊന്തു കൊടുക്കണു. ഈ 10 നാളിൽ നിങ്ങൾ എന്താ കൂത്തിറ അനാവശ്യമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു 10 നാളിൽ നിങ്ങൾ അശ്രദ്ധമായിട്ട് സ്പെൻഡ് ആക്കുക തീരാ ചൊന്തു ആൾമാർക്ക് നിങ്ങൾ ചൊന്തു കൊടുക്കണു. ചൊന്തൈട്ടിക്കർ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾ ചമ്മ ഈ വിഷയത്തിൽ പഠിക്കുകൊണ്ട് ഈ 4 ചൊല്ലത് ഞങ്ങൾ ആവുരത്തര യൂട്ടിലൈസ് ആക്കണ എങ്കത്തെ ഒരു 4 ഐട്ടിക്കർ. റമദാൻ തിങ്കളിൽ ഞങ്ങൾക്ക് ಅದರ പ്രാധാന്യത്തെ ഗൊന്തുണ്ടു, ಅದರ ಮಹತ್ವ ഗൊന്തുണ്ടു. ഞങ്ങളെ കൊണ്ട് ആവുരത്തര ഞങ്ങൾ ആ 4 എന്താക്കറ യൂസ് ആക്കൂ ശ്രമിക്കിற ആൾമാരിക്കാർ. ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലിയതിനെ വിശദീകരിച്ചിട്ട് വൽ അജബ്, ഒരു അത്ഭുതകരമായ വിഷയ, ഒരു ബേജാറിന്റെ വിഷയം എന്തേ അന്നന്നാസ ഗാഫിലുൻ. ഈ 10 നാളിൽ ആൾമാർ എന്താക്കാറ് അങ്ങ് അശ്രദ്ധയിലുള്ളാർ. ഏത് ആൾമാർ? തജിദുഹും ഫി അശരി റമദാന യജ്തഹിദൂൻ. റമദാന്റെ 10 നാളെടുത്തെങ്കിൽ കഠിനമായിട്ട് അമലാക്കുന്ന ആൾമാർ. ജാവു വർക്കില്ലാണ്ട് എന്താക്കാറ് ഇബാദത്ത് എടുക്കാറ്. റമദാന്റെ ലാസ്റ്റ് 10 ജാവു റമദാനിലെ 10 ജാവു മഗ്രിബിലെ ഫജ്റത്തോളം പള്ളിയിൽ ഇഅ്തികാഫ് നയിക്കാർ. അതേ ആൾമാർ ഈ 10 നാളിൽ എത്തിയിട്ടായി അങ്ങനെ അവസ്ഥ എന്തേ? അങ്ങനെ അവസ്ഥ ലാ തകാദു തജിദു അഹദൻ ഫറഖ ബൈനഹ വബൈന ഗൈരിഹ. അതിൽ ചൊല്ലേ ഈ 10 നാളെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേ കാണ്ട് ഈ 10 നാളും വേറെ ഒരു നാളും അങ്ങനെ ഒരു ഫർക്കുമില്ല. സാധാരണ ഒരു നാൾ എങ്ങനെ സ്പെൻഡ് ആക്കാറാ അതേപോലെ ഈ 10 നാളും അങ്ങെന്താക്കാറ് സ്പെൻഡ് ആക്കാറ്. അപ്പൊ അതുകൊണ്ടിട്ട് ഗൗരവത്തിൽ ഒരാൾ അമലു സ്വാലിഹാത്ത് ഈ 4 അയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതുപോലെ അമലാക്കിയിട്ടെങ്കിൽ ഫഇന്നഹു അല ഖൈറിൻ അദീം, അവന് വലിയ ഒരു ഖൈറിലായിട്ടിരിക്കറേ ചൊന്തു ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ ഇവിടെ ഞങ്ങൾ വിശദീകരിച്ച് തണ്ടാർ. അതുകൊണ്ടിട്ട് ഈ 4 സഹോദരന്മാരെ വലിയ പ്രാധാന്യത്തിൽ കാണുകൂ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാവും. ഈ 4 ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത് ഞങ്ങൾ ആക്കണായ അമലിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുരെ ദിക്റാക്കറേ ചൊല്ലത്. നിസ്കാര ഇത് നിർബന്ധമായി നിസ്കാര, ഫർള് നിസ്കാര, ಅದರ പ്രാധാന്യത്തെ വേറമേ ഉണ്ട്. ഈ 4 പ്രത്യേകമായിട്ട് പഠിപ്പാട്ടിയ ഇബാദത്തിൽ പെട്ടതായിട്ടിക്കർ ദിക്റാക്കറേ ചൊല്ലത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്ന വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. ഈ അയ്യാമുൻ മഅലൂമാത്തിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലരെ നിങ്ങൾ ദിക്ർ എടുക്കൂ. അയ്യാമുൻ മഅലൂമാത്ത് ചൊന്നെങ്കിൽ ಅದರ ಉದ್ದೇಶ ദുൽഹിജ്ജ 1 ദുൽഹിജ്ജ 13 തോളുള്ളിലേക്കത്തെ 4 ഐട്ടിക്കർ ചൊന്തു മുഫസ്സിരിങ്ങ ചൊല്ലാർ. അപ്പൊ ഈ 4 നിങ്ങൾ എന്താക്കണു ദിക്റെ നിങ്ങൾ യാറാക്കണു. പാട്ട് നാ ചൊന്ന ഹദീസിലെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അതുകൊണ്ട് നിങ്ങൾ ഈ 10 നാളായിട്ടായെങ്കിൽ ഫഅക്സിറു ഫീഹിന്ന തക്ബീറ വത്തഹ്ലീല വത്തഹ്മീദ്. ഈ 10 നാളിൽ നിങ്ങൾ തക്ബീർ നിങ്ങൾ യാറാക്കൂ. അതേപോലെ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ യാറാക്കൂ. വത്തഹ്മീദ് അതേപോലെ അൽഹംദുലില്ലാഹ് നിങ്ങൾ യാറാക്കൂ. അപ്പോൾ ഈ 10 നാളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുരെ ദിക്റെ യാറാക്കറേ ചൊല്ലതായിട്ട്. അപ്പോൾ എന്തുകൊണ്ടിട്ടും ഈ 4 ദിക്റെ യാറാക്കണു ചൊന്നത് ಅದಕ್ಕೆ ചമ്മ കാരണത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കാർ. അതിൽപ്പെട്ട ഒരു കാരണമായിട്ടിക്കർ ഒരു മനുഷ്യരെ മനസ്സിനെ അള്ളാഹുരെ മുട്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യരെ അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തരെ
ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്തിനെ ചൊന്നെങ്കിൽ അത് ദിക്റാക്കരുതേറ്റിക്കർ, വേറെ എന്തുമല്ല. ദിക്ർ നിരന്തരമായിട്ട് പണ്ഡിതന്മാർ ചമ്മ വിഷയത്തെ ഡിസ്കസ് ആക്കാർ. ഒരാൾക്ക് നിസ്കരിക്കുക ആവില്ല, അല്ലെങ്കിൽ തപ്പിൽ നിന്നിട്ട് വിട്ടു നിൽക്കുക ആവില്ല, അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് ബന്ധം ഉണ്ടാക്കുക ആവില്ല. എന്തിനെ അവിടെ എല്ലാ സൊല്യൂഷൻ പണ്ഡിതന്മാർ ചൊല്ലത് നിങ്ങൾ ദിക്റാക്കണോട്ടേറ്റിക്കർ. അപ്പൊ അതിലും പ്രത്യേകമായിട്ട് സുബ്ഹാന, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ദിക്ർ. ഈ മൂന്നും ഇൻക്ലൂഡ് ആവുരെങ്കിത്തെ തക്ബീർ നമുക്ക് ಗೊತ್ತುണ്ട്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതല്ലെങ്കിൽ ಅದಕ್ಕೆ സമാനമായിട്ട് ഹദീസിൽ വന്നതായ വേറെ തക്ബീറാത്ത്. ഇത് ഈ 10 നാളില് കണ്ടിന്യൂസ് ഞങ്ങൾ ചൊല്ലണായെങ്കിത്തെ ഒന്നായിട്ടിക്കറ്. ഞങ്ങൾ സാധാരണ ദുൽഹിജ്ജ ഒലിയുമ്പോൾ പിന്നെ 13 തോല ഞങ്ങൾ ചൊല്ല അയെങ്കില ദുൽഹിജ്ജ 1 പിന്നമേ അത് സ്റ്റാർട്ട് ആക്കണു ചൊന്ത ഇട്ടിക്കറ് ഒലമാക്കന്മാർ ചൊല്ല. ആ തക്ബീർ അത് 2 രൂപത്തിലായിട്ടിക്കറ്. തക്ബീറുൽ മുഖയ്യദുണ്ട്, തക്ബീർ അൽ മുത്തലഖ് ഉണ്ട്. മുത്തലഖ് ചൊന്നെങ്കിൽ ಎಲ್ಲ ഈ ദുൽഹിജ്ജ 1 പിന്നെ കണ്ടിന്യൂസ് എല്ലാ നാളിലും ആ ദിക്റിനെ നാങ്ങ ചൊന്നോണ്ടേ ഇക്കറ് ചൊല്ലുന്നത്. സ്വഹാബിരങ്ങളെ ജീവനത്തിൽ കാണാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങ ജണ്ടാലും ദുൽഹിജ്ജ 1 ഐത്തുണ്ടായെങ്കിൽ ആ ലാസ്റ്ററെ 10 ഒന്നാമത്തെ നാൾ ഐത്തുണ്ടായെങ്കിൽ അങ്ങ മാർക്കറ്റിക്ക് പോയോ ഇന്നാർ. പോയിട്ട് അവിടെ ജോറിൽ അങ്ങ് തക്ബീർ ചൊന്നോ ഇന്നാർ. അങ്ങനെ തക്ബീർ കേട്ടിട്ട് അവിടെ ഉള്ളേ എല്ലാവരും എന്താക്കി ഇന്നാർ ജോറിലു തക്ബീർ ചൊന്നോ ഇന്നാർ ചൊന്നു. ദുൽഹിജ്ജ 1 ആയെങ്കിൽ അങ്ങ് എന്താക്കിന്നാർ അങ്ങ് സ്റ്റാർട്ടാക്കി ഇന്നാർ. ഈ സ്വഹാബിരങ്ങളെ ഈ ഒരു പ്രവർത്തനത്തെ കണ്ട് താബിഈമാരായ ആൾമാർ ചില സംഭവത്തെ വിശദീകരിക്കാർ. മഹാനായ മഹ്മൂൻ ഇബ്നു മഹ്റാൻ റഹ്മത്തുള്ളാഹി അലൈഹി അയാൾ ചൊല്ലു, ನಾನು സ്വഹാബിരങ്ങളെ കണ്ടു ഇന്ന ലാസ്റ്റിലെ 10 ഐത്തുണ്ടായെങ്കിൽ എല്ലാവരും കൂടിയിട്ട് പുറത്തുക്ക് പോയെങ്കും പള്ളിക്ക് പോയെങ്കും മാർക്കറ്റിൽ പോയെങ്കും എല്ലാ മൂത്തും തക്ബീർ കേട്ടോ ഇന്ന്. അതെങ്ങനെ ഇന്ന് അത് കൽ അംവാജ്, കടലിന്റെ തെര പറമ്പത്തേക്ക് എങ്ങനെ സൗണ്ട് കേൾക്കറ അതേപോലെ ഞങ്ങൾക്ക് തക്ബീർ കേട്ടോ ഇന്നുണ്ട്. എല്ലാവരും ശക്തമായിട്ട് തക്ബീർ ചൊന്നു ഇന്നാറുണ്ട്. അപ്പൊ ഈ 10 നാളുകൾ ഞങ്ങൾ എൻറ്റർ ആയെങ്കിൽ അവിടെ തക്ബീർ ഞങ്ങൾ തുടങ്ങണായതായിട്ടിക്കറ് ചൊന്തു. ഇതിൽ നിന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കൂ സാധ്യമാണ്. സലഫറങ്ങളെ ജീവന സ്വഹാബിമാരും താബിഅമാരും അങ്ങനെ ജീവനെല്ലാം ഞങ്ങൾ പരിശോധിച്ചെങ്കിൽ ഈ രൂപത്തിൽ കഠിനമായിട്ട് അങ്ങ് ഇബാദത്താക്കി എന്നാർ. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല അയാളുടെ വിഷയത്തിൽ അയാളുടെ പെഞ്ഞയച്ചോളൂ. ഈ ലാസ്റ്ററെ 10 ഐത്തുണ്ടായെങ്കിൽ ഇജ്തിഹാദൻ ശദീദ, കഠിനമായിട്ട് അയാൾ അമലാക്കി. എത്രത്തോളോ ഹത്ത മാ യകാദു യഖ്ദിറു അലൈഹി, അയാളെ കൊണ്ട് ആവാത്തത്ര ഒരു മനുഷ്യക്ക് സാധാരണഗതിയിൽ ആക്കുക ആ ഒരു അമലുണ്ടല്ലേ അതിനായിട്ട് യാർ അയാളുടെ 10 ഐത്തുണ്ടായെങ്കിൽ അയാൾ ഇബാദത്താക്കി എന്ന് ചൊന്നു. അപ്പോൾ വലിയ പ്രാധാന്യത്തെ ഉണ്ടു. അപ്പൊ അതിന് ഫസ്റ്റ് 10 ചൊല്ലു, ഈ 10 നാൾ ചൊല്ലു, അതിന് വലിയ പ്രാധാന്യത്തിൽ ഞങ്ങൾ കാണുന്നു ചൊത്തേറ്റിക്കറ് നക്ക് നിങ്ങളുടെ ചൊല്ലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഉള്ള ചില ചാൻസ് ഞങ്ങൾക്ക് തരുമ്പോഴത്തേക്കും അതിനെ ഞങ്ങൾ യൂസ് ആക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊന്തല്ലേ, നബി തങ്ങൾ ചൊന്തു, ഇഫ്അലു അൽ ഖൈറ ദഹ്റക്കും, അല്ലാഹു നിങ്ങൾക്ക് തന്നെ ചെറിയ ടൈം, ആ ടൈമർ ഉൾഗ നിങ്ങൾ ആവുരത്തര ഹൈറ് നിങ്ങൾ ആക്കോർ. കാരണം നാളെ പരലോകത്ത് ഒരു സുജൂതി നിരങ്ങി എത്ര നല്ലിಂತು ചൊന്തു ഞങ്ങൾ ബിയാരിക്കിற ഒരു നാൾ നിങ്ങൾക്ക് പറകും. ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. ഒരു സുബ്ഹാനല്ലാഹ് എക്സ്ട്രാ ഇന്നരെങ്കിൽ എത്ര നല്ലിಂತು ചൊന്തു ഞങ്ങൾ ബിയാരിക്കിற നാളുണ്ട്. അപ്പൊ നബി തങ്ങൾ ചൊല്ലി, ഇഫ്അലു അൽ ഖൈറ ദഹ്റക്കും, അല്ലാഹു നിങ്ങൾക്ക് തന്ന ടൈമർ ഉൾഗ ആവുരത്തര ഹൈറ് നിങ്ങൾ ആക്കോറും. കാരണം എന്തേ, വതഅറളു ലിനഫഹാത്തി റഹ്മത്തില്ലാ, അല്ലാഹുടെ റഹ്മത്തിനെ സ്വീകരിക്കുക നിങ്ങൾ മുന്നോട്ട് വരൂ. കാരണം എന്താ, അല്ലാഹുടെ റഹ്മത്ത് ചൊല്ലത് ഫൈന ലില്ലാഹി നഫഹാത്തിൻ മിൻ റഹ്മത്തിഹി, അതായത് അയാൾ ചൊല്ലത് അല്ലാഹുടെ റഹ്മത്തിൻ്റെ ബായിൽ, അതായത് ഇബാദത്തായിട്ടിക്കരോട് ഉദ്ദേശിക്കരുത്. ആ ഇബാദത്തിൽ എവിടെല്ലാം നിങ്ങൾക്ക് ആക്കുക സാധ്യവറ അതിലെല്ലാം നിങ്ങൾ ആക്കൂ. ನಾನು ഇതാക്കിയാൽ അതാക്കണ്ടാണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം എല്ലാ ഇബാദത്തിലും ഞങ്ങൾക്ക് അല്ലാഹുടെ റഹ്മത്ത് കിട്ടണുണ്ട്, കമ്പൽസറി ഇല്ല. കാരണം എന്തേ, ഫൈന ലില്ലാഹി നഫഹാത്ത്, അല്ലാഹുക്ക് കുറേ റഹ്മത്തിനെ കുറേ ബായിലുണ്ട്, കുറേ വെളിച്ചമുണ്ട്. ಅದರ ಪ್ರತ್ಯೇಕತೆ ಅಂದರೆ ಯುಸೀಬು ಬಿಹಾ ಮೈ ಯಶಾഉ ಮಿನ್ ಇಬಾದಿಹಿ, ಅದೆಲ್ಲರಿಗೂ ಕಿಟ್ಟಿಲ್ಲ, കുറേ ആൾമാർക്ക് മാത്രം കിട്ടിയിട്ട്. അപ്പം ഇതെല്ലാം ഞങ്ങൾ ഇതിൻ്റെ മഹത്വം എല്ലാം മനസ്സിലാക്കിയിട്ട് കേട്ടെല്ലാം ഇപ്പം ഈ പിന്നെ 10 നാൾ ദുൽഹിജ്ജത്തെ 10 നാൾ യൂട്ടിലൈസ് ആക്കാറുണ്ടാ ഒരിക്കലുമല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ആക്കി അള്ളാഹു ഉദ്ദേശിച്ച നാ ഫസ്റ്റ് ചൊന്ന പോലെ അള്ളാഹു തൗഫീഖ് കൊടുത്ത കുറേ ആൾമാർ ഇക്രാർ അങ്ങാതിരെന്താക്കാറ് യൂസ് ആക്കാറ്. എല്ലാവർക്കും എന്താവില്ല യൂസ് ആക്കുക ആവില്ല ചൊന്നു.
അതുകൊണ്ടിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു വസലുല്ലാ നിങ്ങൾ അള്ളാഹുട്ടെ കേക്കൊರು നിങ്ങൾക്ക് ಅದಕ್ಕುಲ್ಲೆಂಕೆತ್ತ ತೌಫೀಕರ ತರಗು നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലട്ടെ കേക്കൊರು ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലത് നിങ്ങൾക്ക് കാണുക സാധ്യം. അതുകൊണ്ട് സഹോദരന്മാരെ ഈ നാലരെ നിങ്ങൾക്ക് ആ രൂപത്തിൽ യൂസ് ആക്കുക നിങ്ങൾക്ക് സാധ്യമാവണം ചൊന്തിട്ടിക്കർ ഇവിടെ മനസ്സിലാക്കുകയുള്ളൂ. കാരണം അമല് ചൊല്ലത് അതിപ്രധാനമായിട്ടിക്കർ. ചില ആൾമാർ ചൊല്ലാറ് നിങ്ങൾക്ക് തൗഹീദുണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെങ്കും നിങ്ങൾക്ക് ബച്ചവാവാൻ ഒരിക്കലുമല്ല. മരിക്കുന്ന സന്ദർഭത്തിൽ മുഅ്മിനായിട്ട് മരിക്കുന്നവർക്ക് മാത്രമല്ല ഇതല്ല ഉള്ളി. നാണ് മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് ഞാൻ എൻ്റെ പേര് മുസ്ലിമായിട്ട് നാ പള്ളിക്ക് പോയോ ഇന്ന ചൊന്തു നാളെ പരലോകത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുകയില്ല. ഞങ്ങൾ മരിക്കുന്ന ആ ഒരു സന്ദർഭം മരിക്കുന്ന ആ മൊമെന്റിൽ ഞങ്ങൾ മുസ്ലിമായിട്ടിക്കോണം. മരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് ആർക്ക് മരിക്കുക അവരെ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നറ. അല്ലാഹു എന്തിനു ചൊന്നു ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഞങ്ങളെ നാവ് കൊണ്ടിട്ടു ഞങ്ങളെ റബ്ബ് അല്ലാഹു ഉണ്ട് ചൊന്നെങ്ങ അവിടെ അല്ലാഹു നിപ്പാട്ടിട്ടില്ല. ഞങ്ങളെ നാവ് കൊണ്ടിട്ടു അല്ലാഹു ഞങ്ങളെ റബ്ബ് ഉണ്ട് ചൊന്നെങ്ങ മയ്യാവുറ ഇല്ല. സുമ്മസ്തഖാമു പിന്നെ ഞങ്ങളെ ജീവനത്തിൽ അത് കാണണു. ಅದರ ಉದ್ದೇಶ ಇಸ್ತಿಕಾಮತ್ತು ಚೊಂದೆಂಗಿ ಅಂಗಲೆ ಅಮಲ್ ಅಂಗಲೆ ಪ್ರವರ್ತನ ಅದಕ್ಕನುಸರಿಸಿಟ್ಟು ಬೇಣು. ಅಲ್ಲಾಹು ನಂಡ ರಬ್ಬು ಅಲ್ಲಾಹು ಕಂಡೋ ಉಳ್ಳ ಅಂತ ನಕ್ಕೆ ವಿಶ್ವಾಸ ಉಂಡು ಮಾತ್ರ ನಂಡ ಪ್ರವರ್ತನത്തിൽ അതില്ല. ഫായിദ ഉണ്ട? ഫായിദ ഇല്ല. കാരണം ഇസ്തികാമത്തില്ല. അപ്പൊ അള്ളാഹു രണ്ട് കണ്ടീഷൻ അവിടെ ചൊന്ന ഇന്നല്ലദീന ഖാലു റബ്ബുനല്ല നന്റെ റബ്ബ് അള്ളാഹു ഉണ്ട് നീ ചൊല്ലണു സുമ്മസ്തഖാമു പിന്നെ ജീവനത്തിൽ ഇസ്തികാമത്ത് വേണം. അങ്ങനെ ഉള്ള ആൾമാർക്കായിട്ട് തനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദുൻ. അങ്ങനെ ഉള്ള ആൾമാരെ മുട്ട റഹ്മത്ര മലക്കറങ്ങ ബണ്ടി. അങ്ങനെ ഉള്ള ആൾമാരട്ട വഅബ്ശിറു ബിൽ ജന്ന നിക്ക് സ്വർഗ്ഗം ഉണ്ട് ചൊല്ല്. അപ്പൊ ഈ റബ്ബുനല്ല ഞങ്ങളെ റബ്ബ് അള്ളാഹു ഉണ്ട് ചൊന്നെങ്ക് മാത്ര മയ്യാവുള്ള ചൊന്ത ഇട്ടിക്കറ് ഈ ആയത്തിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അമല് ചൊല്ലത് എന്തിനാ ഇട്ടിക്കറ് അത് അതിപ്രധാനമായിട്ടിക്കറ്. അതിൽ ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ അമലും ഞങ്ങൾ ആക്കുക ഞങ്ങൾ പരിശ്രമിക്കണം. അപ്പം അതിൽ ഈ ദുൽഹിജ്ജത്തെ 10 നാൾ വരുമ്പോൾ പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണായത് ദിക്റാക്കരുതായിട്ടിക്കറ്. രണ്ടാമത്തെ എന്തേ രണ്ടാമത്തേത് നോമ്പൈട്ടിക്കറ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു അമല് ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഒരു ഹദീസിൽ ഞങ്ങൾക്ക് കാണുക സാധ്യ. അവർ നബി തങ്ങ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു 9 ദിൽഹിജ്ജ. അല്ലാഹുവിന്റെ റസൂൽ ദുൽഹിജ്ജത്തെ 9 നാളും നോമ്പെടുത്തോ ഇന്ന് ചൊന്ത ഹദീസിൽ കാണുക സാധ്യ. ഈ ഹദീസിലെ ചില ഉലമാക്കന്മാർ 9 ദുൽഹിജ്ജ ഒലിയുമ്പോൾ നബി തങ്ങ നോമ്പെടുത്തിട്ടുണ്ടായിട്ടിക്കറ് ಅದರ ಅರ್ಥ ഉണ്ട്. ചില ഉലമാക്കന്മാർ ചൊന്നറാറ് അയെങ്കും ഇതിരെ വിശദീകരിക്കരെ ചമ്മത്ത പണ്ഡിതന്മാർ ചൊന്നാർ. ಅದರ ಉದ್ದೇಶ ദുൽഹിജ്ജ 1 ഒലിയുമ്പോത്തോളം നബി തങ്ങ എന്താക്കി ഇന്ന് നോമ്പെടുത്തോ ഇന്ന്. കാരണം 10, 11, 12, 13 പിന്നെന്താക്കുവാവില്ല നോമ്പെടുക്കാവില്ല. നോമ്പെടുക്കൽ ഹറാമായിട്ടിക്കറ്. അപ്പൊ ഈ ഒലിമ്പ നാല് നബി തങ്ങ കണ്ടിന്യൂസ് ആയിട്ട് എന്താക്കി ഇന്ന് നോമ്പെടുത്തോ ഇന്ന് ചൊന്തേട്ടിക്കറ്. ഇപ്പൊ ഞങ്ങൾ ഈ ഒരു സന്ദർഭ ചൊല്ല് നോമ്പെടുക്കത്തിൽ ഭംഗ ഉള്ളേ ടൈമായിട്ടിക്കും ചൂടും അതേപോലെ നോമ്പൊരെ ടൈമിങ്ങും എല്ലാം വെച്ച് നോക്കുമെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഭംഗയിക്കും ആയെങ്കില അതിരെ കൂലി അല്ലെ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ ഇബാദത്താക്കുന്ന ആൾമാർക്ക് കൂലി യാറെ ഉണ്ട് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നത് ഞങ്ങൾക്ക് വന്നു. മാത്രമല്ല സുന്നത്തായ നോമ്പു അത് ഏത് നോമ്പായെങ്കും നോമ്പെടുക്കുന്ന ആൾമാരെ സംബന്ധിച്ചിടത്തോളം അങ്കുള്ള കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നത് എത്രമാപ്പെട്ട ഞങ്ങൾ കേട്ട. ഒരു നാൾ നോമ്പെടുത്തെങ്കിൽ നരകത്തിൽ നിന്നിട്ട് അള്ളാഹു ദൂറാക്കുക. അതേപോലെ അങ്കുള്ള പ്രത്യേകമായ ഒരു കൂലി നിശ്ചയിച്ചിട്ടില്ല. ഫൈന്നഹു ലീ വഅന അജ്സീ ബിഹി അവന്റെ നോമ്പുക്ക് നാണായിട്ടിക്കറ കൂലി കൊടുക്കറേ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന ഹദീസല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുന്നു. അപ്പൊ നോമ്പു ഞങ്ങളെ കൊണ്ട് ആവുരെ പോലെ ഈ ഒരു 10 നാളിൽ അറ്റ്ലീസ്റ്റ് ഈ 10 നാളിൽ ബണ്ടതായ തിങ്കളാസ ബാലാസ ഉള്ള നോമ്പെങ്കും ഞങ്ങളെ കൊണ്ട് ആവുരെ പോലെ ഞങ്ങൾ എടുക്കൂ ഞങ്ങൾ പരിശ്രമിക്കണം. എല്ലാ നാളും എടുക്കുക ആവുരങ്ങ ഉള്ളാറുണ്ടായെങ്കിൽ അതുക്കുള്ള താക്കത്ത് ഞങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവുറുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ഞങ്ങൾ പരിശ്രമിക്കണം. ഇനി അതല്ല ഈ 10 നാളിലുള്ള ഒരു തിങ്കളാസ ബാലാസെങ്കും നോമ്പെടുക്കണു ചൊല്ല ഒരു നീയത്ത് ഞങ്ങളെ മനസ്സിൽ വേണം. ഈ ഒലിമ്പ നാളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹിജ്ജ ഒലിമ്പൊരെ നോമ്പൈട്ടിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന ഹദീസ് യുകഫിറു സനത്തൽ മാദിയ വൽ ഖാബില കഴിഞ്ഞ ഒരു വർഷത്തെ തപ്പു അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നു. മാത്രമല്ല ഒരു ബണ്ടനുകുള്ള ഒരു വർഷത്തെ തപ്പും അള്ളാഹു എന്താക്കറ് നിങ്ങൾക്ക് മാഫാക്കി തന്നു. അത് ചെറിയ വിഷയമായിട്ട് ഞങ്ങൾക്ക് തോന്നുക. ഇതൊരു ചെറിയ വിഷയമാണ്. അള്ളാഹ് ഒരു 4 നോമ്പ് സൊബൈര അസറത്തോലോ
എടുത്ത് ഒരു 4 നോമ്പ് കൊണ്ടിട്ട് അള്ളാഹു തന്റെ കൂലി ಅಂದ್ರೆ കഴിഞ്ഞ ഒരു വർഷത്തെ എല്ലാ തപ്പും അള്ളാഹു നിങ്ങൾക്ക് മാഫാക്കി തണ്ട. 18 ബില്യൺ നിങ്ങൾക്ക് ಬೇರೆ ಅಂದ್ರೆ ಬೇಡ. ഒരു വർഷത്തെ തപ്പ് കംപ്ലീറ്റ് അള്ളാഹു എന്താക്കി ഒരു നോമ്പ് കാരണം നിങ്ങൾക്ക് മാഫാക്കി തണ്ട. ചില ആൾമാർ ആ നോമ്പും ഒരു പ്രാധാന്യത്തിൽ എടുക്കില്ലേ. 10 നാളത്തെ നോമ്പുണ്ടല്ല, അറഫ 4 ആ ദുൽഹിജ്ജ ഒലിമ്പറ നോമ്പ് പോലും ചില ആൾമാർ എന്താക്കില്ല ಅದರ പ്രാധാന്യത്തിൽ എടുക്കാത്ത ആൾമാരുള്ള. അള്ളാഹുൽ മുസ്തആൻ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ മെയിന് ബർന്നുകുള്ള ഒരു വർഷത്തെ നോമ്പ്. എങ്ങനെ ബർന്നുകുള്ള ഒരു വർഷത്തെ തപ്പ് അള്ളാഹു മാഫാക്കറ. അതെങ്ങനെ മാഫാക്കറേ? അത് പണ്ഡിതന്മാർ ചൊന്ന റൗണ്ട് അള്ളാഹു തപ്പിൽ നിന്നിട്ട് പ്രൊട്ടക്റ്റ് ആക്കറ, അതായിട്ടിക്കറ ಅದರ ಉದ್ದೇಶ. അതല്ലെങ്കിൽ ಅವನಿಗೆ ತಪ್ಪಾಕಿಯೆಂಗೂ ತೌಬ ಅವನಿಗೆ ಅಲ್ಲಾಹು ಈಸಿ ಆಕಿ ಕೊಡ್ಕರ, ಬೇಗ ತೌಬ ಹಾಕುಳ್ಳೆ ಚಾನ್ಸರೇ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുക്ക് കൊടുക്കുക. അതല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്തതുപോലെ ബണ്ട് ഒരു വർഷം എന്ത് തപ്പ് വേണമെങ്കിലും ആക്ക അള്ളാഹു അത് മാഫാക്കിരണ്ടല്ല അതിനർത്ഥ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്തെങ്കത്തെ, അതേപോലെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിമാർക്ക് അള്ളാഹു കൊടുത്തെങ്കത്തെ ഓഫറായിട്ട് ഇവിടെ ಅದರ ಉದ್ದೇಶ ಅದಲ್ಲ. ഇവിടെ ಅದರ ಉದ್ದೇಶ ബണ്ട് ഒരു വർഷം അവನು തപ്പാക്കിയെങ്കിൽ അള്ളാഹു എന്താക്കറ അവനുಗೂ ಅದು തൗബത്തുകുള്ളെ തെരു അല്ല ഈസി ആക്കി കൊടുക്കുക. അതല്ലെങ്കിൽ തപ്പിൽ നിന്നിട്ട് അള്ളാഹു അവൻ്റെ മാക്സിമം പ്രൊട്ടക്റ്റ് ആക്കറ, അതായിട്ടിക്കറ് ಇದರ ಉದ್ದೇಶ ചൊല്ലും. പറഫ 4 ആ നോമ്പ് ചൊല്ലത് അത് ഊടെ ഇന്നെങ്ങ ನಂಗ ಊടെ ಕರೆಕ್ಟ್ ಅರಫತ್ತಲ್ಲಿ ಹಾಜಿಮಾರ್ ನಿಕ್ಕರ 4 ನಂಗೆ ಕ್ಲಿಯರ್ ಆയിട്ട് ಗೊತ್ತುಂಡು. അതേപോലെ റായത്തിൻ ആൽമാർ റായത്ത് അറഫത്ത് 4 ഏത് ആ 4 റായത്ത് ദുൽഹിജ്ജ ഒലിമ്പോ എപ്പ അണ്ടയിട്ടിക്കറ് ആ നോമ്പു റായത്തിൻ ആൽമാർ എടുക്കണായത്. അതിൽ ബെരുതക്ക് ഫിത്തന ചർച്ച ആക്കിയിട്ട് ഈ നല്ല 4 നങ്ങ എന്താക്കുത്തീരാ ആ ചർച്ചയിൽ ബെരുതക്ക് ഞങ്ങൾ ടൈം സ്പെൻഡ് ആക്കിയിട്ട് വാട്സപ്പിലും അവിടെ കൂടെയുള്ള ചർച്ച ആക്കിയിട്ട് ഞങ്ങൾ എന്താക്കണ്ട, ബെരുതക്ക് ടൈം വേസ്റ്റ് ആക്കണ്ട. അതിൽ ജുംഹൂർ ഈ ഉണ്ട് ആധുനിക ലോകത്ത് ജീവിച്ചോല്ലേ അല്ലെങ്കിൽ ഈ ലേറ്റസ്റ്റ് മരിച്ചുപോയെങ്കത്തെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിനെ പോലത്തെ എല്ലാ പണ്ഡിതന്മാരും ചൊന്നത് റായത്തെണ്ട ഇട്ടിക്കറ് ദുൽഹിജ്ജ ഒലിമ്പോ അണ്ട് നിങ്ങൾ നോമ്പെടുക്കും അറഫത്ത് നോമ്പ്. അപ്പം ഞങ്ങൾ ഔത്തങ്ങൾട്ടും ഞങ്ങൾ ചൊല്ലും ബെരുതക്കാത്തരെ ഒരു ഫിത്തന ഒരു ചർച്ച എല്ലാം ഒത്തുവയ്ക്കറ്. നല്ല സന്ദർഭത്തിൽ എപ്പോഴും റമദാന് ബന്തെങ്കിൽ എപ്പോഴും ഒരു തറാവീഹിര ചർച്ച, നിസ്കാരവും അണ്ടത്തെ റമദാനും എല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ട രൂപത്തിൽ ഒരു തറാവീഹിര ചർച്ച, ഒരു പെരുന്നാൾ പറയുമ്പോൾ അവിടെ പിന്നൊരു ചർച്ച. അപ്പം ഇങ്ങനെ അനാവശ്യമായ ഇങ്ങനത്തെ ചർച്ചയിൽ നിന്നിട്ടുള്ള വിട്ടു നിന്നിട്ട് അതിനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ അമലായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണു ചൊത്തു ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കണേട്ടിക്കർ. അതേപോലെ ഈ ഒരു ദുൽഹിജ്ജ ഒലിമ്പോ അറഫത്തെ 4 ചൊല്ലത് വേറെയും കുറേ പ്രാധാന്യത്തെ ആ 4 കൊണ്ടു. അത് ഹാജിമാർക്ക് പ്രത്യേകമായിട്ട് ഹജ്ജിക്ക് പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്പെഷ്യലി കൊടുത്തതായ കുറേ പ്രത്യേകത ഉണ്ട്. എല്ലാ ആൾമാർക്കും അതിൽ ഇൻക്ലൂഡ് ആവാ ചൊന്തു പണ്ഡിതന്മാർ ചില ഹദീസിനെ വിശദീകരിച്ച് ചൊല്ലാർ. അതിൽപ്പെട്ട ഒന്നായിട്ടിക്കർ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. യൗമ അറഫത്തുണ്ട്, അറഫത്തെ 4 അള്ളാഹു ആൽമാരെ നരകത്തിൽ നിന്നിട്ട് സംരക്ഷിക്കുന്ന പോലെ, നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്ന പോലെ വേറെ ഒരു നാളിലും അള്ളാഹു ആൽമാരെ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കില്ല. ഇതൊരു വലിയ പ്രാധാന്യത്തെ ഇട്ടിക്കർ. അപ്പം ഇത് ഹാജിമാർക്ക് മാത്രം ഇട്ടിക്കർ ചില ഉലമാക്കന്മാർ ചൊന്നത്, അയങ്ങ വേറെയും കുറെ ഉലമാക്കന്മാർ ചൊല്ലാറല്ല. ഇത് എല്ലാവർക്കും ഈ ഒരു പ്രാധാന്യത്തുണ്ട്. കാരണം അള്ളാഹുരെ ഫള് ചൊല്ലത് അത് അള്ളാഹു തുറന്നു വെച്ചത് ഇട്ടിക്കർ. അപ്പം അണ്ടത്തെ നാളിൽ ഈ ഒരു കൂലി പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൽ പെടണു ചൊന്ന് ആഗ്രഹിച്ചിട്ട് ആരല്ല അള്ളാഹുട്ട ദുആർക്കാറാ അള്ളാഹുരെ ഫള് കൊണ്ടിട്ട് അള്ളാഹു എല്ലാവർക്കും അത് തുറന്നു കൊടുക്കുക സാധ്യത ഉണ്ട്. അതേപോലെ ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, അറഫത്തെ 4 ദുആ അത് ഏറ്റവും ഖൈറായ ദുആ ആയിട്ടിക്കർ. സ്വഹാബിമാരെ ജീവനത്തിൽ നമുക്ക് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോലത്തെ സ്വഹാബിമാർ അറഫത്തുണ്ട് അസർ നിസ്കരിച്ചെങ്കിൽ പിന്നെ അങ്ങ് പള്ളിരെ പുറത്തു വന്നോ ഇല്ലാന്ന് അണ്ടത്തെ അസറിന്റെ മഗ്രിബ് തോളം പള്ളിയിൽ തെച്ചിട്ട് ദുആർക്ക് വേണ്ടിയിട്ട് അങ്ങ് ടൈം കണ്ടെത്തിയോ എന്നാറ് ചൊന്തു. അങ്ങനെ ചില ചരിത്രം അങ്ങ് പരിശോധിക്കുമ്പോൾ അയാൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മാത്രമല്ല വേറെയും കുറെ സ്വഹാബിമാരെ ജീവനത്തിൽ നമുക്ക് ഇത് കാണാൻ സാധ്യം. അതിൽ നമുക്ക് മനസ്സിലാവരുത് സ്വഹാബിരങ്ങ ഈ ഹദീസിൽ എന്തിനെ മനസ്സിലാക്കിയാറ് ഇങ്ങനത്തെ ഹദീസ് ഈ ദുആഉ യൗമി അറഫ, അതേപോലെ അള്ളാഹു നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നതും, അതേപോലെ പ്രത്യേകമായിട്ട് 2 നബിതങ്ങ പഠിപ്പാട്ടിയതായ ഒരു ദുആ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഹാജിമാർക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളതല്ല, അങ്ക് മാത്രം പർട്ടിക്കുലർ ആയിട്ട് ചൊല്ലുള്ളത്. എല്ലാവരും ദുൽഹിജ്ജ ഒലിമ്പോ 2 അറഫ 4 ഇത് ആക്കണു, അല്ലെങ്കിൽ സ്വഹാബിരംഗ ആക്കിയോ ഇന്നാറ് അല്ലെങ്കിൽ ആക്കണുണ്ടായിട്ടിക്കർ സ്വഹാബിരംഗ മനസ്സിലാക്കിയത് ഹാജിമാർക്ക് മാത്രം ഉള്ളതല്ല. ഇത് ഹാജിമാർക്ക് മാത്രം സ്പെഷ്യലായത് വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയത് പഠിപ്പാട്ടി തന്നു. അപ്പം ഈ ദുൽഹിജ്ജ ഒലിമ്പോ 10 നാളിലും അറഫത്ത് 4 ചൊല്ലത് പ്രത്യേകമായിട്ടും
நாங்கள் அண்டத்த நாள் இபாதத்துக்கு வேண்டிட்டு ஸ்பெண்ட் ஆக்கணும்ட்டாயிட்டிக்கிற தக்க ನೆನಪಾಕುವುದು. அப்போ ಆ ರೂಪத்தில் ಸಹೋದರಮಾರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಇಷ್ಟಪಡ್ರೆಂಕೆತ್ತೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಪಡಿಪಾಟಿ ಎಂಕೆತ್ತೆ ಯಾರ ಇಬಾದತ್ತಾಕುಗು ನಂಗೆ ಶ್ರಮಿಕೊಣು ಅಲ್ಲಾಹು ತನ್ನದಾಯ ಆಂಗಲ್ತೆ ಚಾನ್ಸರೆ ನಂಗೆ ಒರ್ಕಲು ನಷ್ಟಪಡುತ್ತಗು ತೀರಾಚುಂತ ಇಟ್ಟಿಕ್ಕರು ತಕ್ಕ ನೆನಪಾಕುವುದು. ഇനി സഹോദരന്മാരെ ഈ ദുൽഹിജ്ജ തിങ്ങളിൽ ബണ്ടതായ പിന്നൊരു വിഷയം ഇട്ടിക്കറ് ഉദഹിയത്ത് ചൊല്ലത്. ഉദഹിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഗൗരവത്തിൽ ഹദീസിൽ പടിപ്പാട്ടി എങ്കത്തെ ഒരു ഇബാദത്തെ ഇട്ടിക്കറ് ഉദഹിയത്ത് ചൊല്ലത്. ചില ആൾമാർ എത്ര പൈസ ഇന്നെങ്കും ഒന്നല്ല 2-3 ഉദഹിയത്ത് അറക്കുള്ള സമ്പത്തിന്നെങ്കും ചില ആൾമാർ എന്താക്കില്ല ആ ഒരു ഇതര വിഷയത്തിൽ ശ്രദ്ധിക്കുകയില്ല. അത് സുന്നത്തല്ലേ ചൊത്തൈട്ടിക്കർ. താബിയങ്ങളെ ജീവനത്തിൽ ഒരു താബിഈ പണ്ഡിത ചൊന്ന ഒരു പലക്ക നിങ്ങൾക്ക് കാണുക സാധ്യവും. അയാൾ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് താബിഈങ്ങളെ നോക്കിയിട്ട് അയാൾ ചൊല്ലേ നിങ്ങ സുന്നത്തല്ലേ ചൊന്നിട്ട് എന്താക്കിയുള്ളാറ് ചില വിഷയത്തെ അവോയ്ഡ് ആക്കിയുള്ള അത് സുന്നത്തല്ലേ ആയങ്ക നങ്ങ നബിര കാലത്ത് അത് സുന്നത്തല്ലേ ചൊന്നിട്ട് നങ്ങ അದ್ರ ആക്കിയോ ഇന്നാണ്ട് ವ್ಯತ್ಯಾಸ ಗೊಂತೈತ. നങ്ങ സുന്നത്തല്ലേ ചൊന്തു നങ്ങ ബുഡ്ഡെ ചില ഇബാദത്ത് അല്ലെങ്കിൽ ചില അമൽ സ്വഹാബിരങ്ങ് അത് സുന്നത്തല്ലേ ചൊന്ത് അതിരെ ഗൗരവം മനസ്സിലാക്കിയിട്ട് എന്താക്കിന്നാറ് അങ്ങനെ കാലത്തങ്ങ് ആക്കിയോ ഇന്നാറുണ്ട്. അപ്പം ചില ആൾമാർ അങ്ങനെ ഇട്ടിക്കർ അത് സുന്നത്തല്ലേ ആ ഒരു നിസാരമായിട്ട് അതിരെ കാണ്ടി ചില ആൾമാരുണ്ട്. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തിൽ അതിരെ പടിപ്പാട്ടിത്ത് നബി തങ്ങ ചൊന്തു മൻ വജദ സഅതൻ ഒരാളുടെ ഉദഹിയത്ത് അർക്കുള്ളതായ സാമ്പത്തികമായ ശേഷി സാമ്പത്തികമായ എങ്കത്തെ ഒരു ഭദ്രത അയാളുടെ ഉണ്ട്. ഉദഹിയത്ത് അറക്കുക അയാൾക്ക് ഉദഹിയത്ത് ഒരു ആടർക്കൊക്കെ എത്ര പൈസ ഉണ്ട് ഇപ്പം ഞങ്ങൾ ഒന്ന് കണക്കൂട്ടി നോക്കി വെരി സിമ്പിൾ ചെറിയ പൈസ ഞങ്ങളെ ഒരു തിങ്കളുടെ ശമ്പളത്തെ ഒരു ചെറിയ ഭാഗം ചിലപ്പോൾ കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് എന്താ വരും ഊടെ ഞങ്ങൾക്ക് ആടർക്കുക വരും. റായത്തൊരു ഷെയർ കൂടകു ഒരു 10,000-15,000 ഇടയിൽ പൈസ അതിരാണ്ട് കീഴുണ്ടെന്ന് ഗൊന്തില്ല. അയങ്ക അങ്ങനത്തെ ഒരു ചെറിയ ഒരു എമൗണ്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടായെങ്കിൽ അത് എല്ലാവർക്കും ചെറിയണ്ട് നാ ചൊല്ലില്ല ആയെങ്കില ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഞങ്ങൾക്ക് വരും. അപ്പം ഞങ്ങൾ പൈസ അത് നക്ക് വലിയ ആവില്ല കട എടുക്കണു വിചാരിக்கிற ആൾ മരിக்கிறார் ആയെങ്കില ഒരു ദുനിയാവുടെ വിഷയം പറഞ്ഞിട്ട് ഞങ്ങൾ അതെല്ലാം തിങ്കാക്രമ ഞങ്ങളെ ഒരു മോള് അല്ലെങ്കിൽ മോണു 10th പാസ് ആയിട്ട് +1 സ്കൂളിಗೆ ജോയിൻ ആക്കണം കോളേജിಗೆ ജോയിൻ ആക്കണം. ആ കോളേജിലെ ഫീസും ഞങ്ങളെ തിങ്ങളുടെ സാലറിയും എല്ലാം ഡിവൈഡ് ആക്കിയിട്ട് എത്ര അവർ കൊടുക്കുക അവര ഇല്ല നോക്കിയിട്ടാണ് ഞങ്ങൾ ആ കോളേജിൽ കിട്ടെ അല്ല നല്ല കോളേജ് നല്ല ക്വാളിറ്റി ഉള്ള കോളേജിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്താക്കിറ ഇട്ട പൈസ എല്ലാം പിന്നെ നോക്കാണ്ട് അതായിട്ടിക്കറ ഞങ്ങൾ വിചാരിക്കുന്നത്. ദുനിയാവുടെ വിഷയം വരുമ്പോൾ അമലരെ വിഷയം വരുമ്പോൾ ആഖിറത്തെ വിഷയം വരുമ്പോത്തുക അവിടെ ചില ആൾമാർ പൈസ കണക്കൂട്ടിയിട്ട് ആവുര ഇല്ലേ അങ്ങനെ ഇട്ടിക്കറ് ചില ആൾമാർ എന്താക്കറ് ചിന്തിക്കറ നഊദു ബില്ലാഹി അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരാൾക്ക് ഉദ്ഹിയത്ത് അർക്കുള്ളേ സാമ്പത്തികമായിട്ട് അയാളുടെ ഭദ്രത ഇന്നിട്ടും അയാൾ അർത്തില്ലെങ്കിൽ അവന് ഫലം യുദ്ഹി അവൻ അർത്തില്ലെങ്കിൽ ഫല യഖ്രിബന്ന മുസല്ലാൻ അവൻ ഞങ്ങളെ മുസല്ലಗೆ ബറണ്ടാട്ട് പെരുന്നാൾ നിസ്കരിക്കുക അവൻ എന്താക്കണ്ട ബറണ്ടാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ആ ഒരു ഫലക്കത്തെ ഗൗരവം നോക്കൂ നിങ്ങൾ. ഇനി ഉലമാക്കന്മാർ അത് പല രൂപത്തിലും ചർച്ചയാക്കിറാർ. സുന്നത്തുണ്ടും വാജിബുണ്ടും പൈസ ഇന്നെനിക്ക് വാജിബ് ഇല്ലാത്തെനിക്ക് സുന്നത്തുണ്ട് പല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം ഇട്ടിക്കറ്. അതെന്തുമാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഈ ഒരു പലക്കത്തെ ഈ ഒരു ഹദീസിന്റെ ഗൗരവം എത്ര ഉണ്ട്. ഒരാൾക്ക് ഉദ്ഹിയത്ത് അറക്കുകു അയാൾക്ക് സാമ്പത്തികമായിട്ട് ആ ഒരു 650 റിയാൽ അല്ലെങ്കിൽ 700 റിയാൽ ഒരു തിങ്കളിൽ നക്ക് കൊടുക്കുക ആ ഒരു ഈ തിങ്ങളുടെ സാലറി കിട്ടിയെങ്കിൽ നക്ക് കൊടുക്കുക ആ ഒരു നക്ക് കൺഫേം ഗൊന്തുണ്ട് ಎಲ್ಲ ചെലവാക്കിയെങ്കും ഈ തിങ്കൾ നക്ക് സേവ് ആക്കുക എന്നാണ് വിചാരിച്ച പൈസ കൊടുത്തെങ്കിൽ നക്ക് ഉദ്ഹിയത്ത് അറക്ക ഞങ്ങൾക്ക് കൺഫേം ഉണ്ട്. എന്നിട്ടും ഞങ്ങൾ അറക്കില്ലാണ്ടായെങ്കിൽ നബി തങ്ങൾ ചൊന്ന ഫല യഖ്രിബന്ന മുസല്ലാൻ അതുകൊണ്ട് ഞങ്ങളെ മുസല്ലക്ക് പെരുന്നാൾ 2 നിസ്കരിക്കുകയെ ബറണ്ടാണ്ട്. സുബ്ഹാനല്ലാഹ് ആ ഒരു ഹദീസിലെ ആ ഒരു ഗൗരവം മാത്രം ഞങ്ങൾ ഒന്ന് തിങ്കാക്കിയെങ്കിൽ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കൂ സാധ്യവും. അപ്പം അതിനെ ഞങ്ങൾ അർക്കുക ഞങ്ങൾ എന്താക്കണം പരിശ്രമിക്കണു ചുണ്ടൈട്ടിക്കറ് ആറുകല്ല എന്തെങ്കിലും രൂപത്തിൽ ഞങ്ങൾക്ക് ആവറുണ്ടായെങ്കിൽ അതിനെ ഞങ്ങൾ ഗൗരവത്തിൽ പരിശ്രമിക്കണം. അപ്പം ചില ആൾമാർ എല്ലാ ഇബാദത്തിലും മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ ബെടക്കാക്കു പണ്ട് ചില ആൾമാർ ഇക്രാർ അങ്ങ ജക്കാത്തുൽ ഫിത്തർ പറയുമ്പോൾ ചൊല്ലാറ് ജക്കാത്തുൽ ഫിത്തർ അരി കൊടുക്കുന്നതിനായിട്ട് നല്ല ഈ അരി ഇപ്പം കൊടുത്ത ആർക്ക് ഫായത ഉണ്ട്. അത് ഏതെങ്കിലും പാവത്തെ പൈസ ഇല്ലാത്ത റായത്തുക്ക് പൈസ കൊടുത്തെങ്കിൽ അവിടെ യൂസ് ആവറല്ലേ. അപ്പം ജക്കാത്തുൽ ഫിത്തർ പറയുമ്പോൾ അങ്ങനെ കുറെ ആൾമാർ ഫിത്തനാക്കി പണ്ടാറ്. അതേ ആൾമാർ ഉദ്ഹിയത്തിന്റെ സന്ദർഭത്തിലും എന്താക്കാറ് ഒരു ഫിത്തനയുമായി പണ്ടാറ്. എന്തിന് ഇവിടെ ഇപ്പം
ഒരു റായത്തിൽ 50 ആടെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പയ്യെടുത്തിട്ട് എന്തിനെ ഫായ്ദ ഉണ്ടു? തിന്നോകില്ലാത്ത എത്രമാ റായ മുസ്ലിം റായ ഉണ്ട്. ഞങ്ങൾ എന്താക്ക അതിരെ പൈസത്തെ ഞങ്ങൾ അവിടേക്ക് കൊടുക്കാണ്ട്. അവിടേക്ക് കൊടുത്തെങ്കിൽ ആ സ്വതക്കത്തെ കൂലി നിങ്ങൾക്ക് കിട്ടും. മാത്രം അതെന്താവില്ലേ? ഉദഹിയത്താവില്ല. ഉദഹിയത്ത് ചൊന്നെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീന് അത് അറുക്കണു. ആട് അല്ലെങ്കിൽ പൈ അല്ലെങ്കിൽ ഒണ്ടെ അറുത്തിട്ടേ ആവണു ചൊന്തു ശരീഅത്ത് നിങ്ങൾക്ക് പഠിപ്പാട്ടിയതായ ഒരു പിന്നെ ഇബാദത്തായിട്ട് ഉദഹിയത്ത് ചൊല്ലത് അത് ഞങ്ങൾ അറുത്തിട്ടേ ആവണം. അതിൽ വേറെ ഒരു സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് എന്തില്ല, അതിലില്ല ചൊന്തായിട്ടിക്കറ് നിങ്ങൾക്ക് മനസ്സിലാക്കൂല. അതേപോലെ അതുമായി ബന്ധപ്പെട്ട് ചമ്മ സുന്നത്തും ഞങ്ങൾ ശ്രദ്ധിക്കണായ കുറേ വിഷയങ്ങളുണ്ട്. ബയസ്സാവുന്നതും അതേപോലെ രോഗമുള്ളത് അങ്ങനത്തത് അറക്കാണ്ടിക്കറ് അങ്ങനത്തെ കുറേ വിഷയമെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കണായിട്ടിക്കറ്. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് ആ ഒരു രൂപത്തിൽ അതിൽ ഭാഗിയാവൂ ഞങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. മാത്ര അതാണ് പാട്ട് ചൊന്നതുപോലെ ഒരാൾ ഇബാദത്താക്കു പരിശ്രമിച്ചിട്ട് ആ ഇബാദത്ത് കയ്യിൽ പൈസ സ്പെൻഡ് ആക്കു വിചാരിച്ചെങ്കിൽ അവിടെ എന്തുകൊണ്ടു ചമ്മ ഫിത്തന ഞങ്ങളുടെ റായത്തുണ്ട്. അതിലൊന്നിപ്പോൾ നാ ചൊന്നത് ജണ്ടിപ്പോൾ ഷെയർ കൂടരുതായ സന്ദർഭത്തിലുള്ള പല രൂപത്തിലും ഞങ്ങളുടെ റായത്തിൽ എന്തുകൊണ്ടു അത് പിന്നെ ശരിയല്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഉദഹിയത്ത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകേണ്ട രൂപത്തിലുള്ള ഷെയർ കൂട്ടിയ സിസ്റ്റം എല്ലാം എന്തുകൊണ്ടു റായത്തിലുണ്ട്. ഞങ്ങൾക്കുണ്ട് ഒരു പൈ അറുക്കറേണ്ടായെങ്കിൽ ഒരു പൈയിൽ 7 ആൾ മാത്രം അതിൽ ഷെയർ കൂടകൂല്ല. 7 ആരെന്തില്ല ഷെയർ കൂടക ഒരു പൈയിൽ ആവില്ല. മാത്രം ഞങ്ങളെ റായത്തിൽ ചില ഷെയർ എടുക്കുന്ന ആൾമാർ ഒരാളുടെ 8000 7000 അങ്ങനെയുള്ള ഷെയർ എടുക്കുന്ന ആൾമാർ എന്താക്കാറ് 50 ആൾ അല്ലെങ്കിൽ 100 ആളുടെ എല്ലാം എന്താക്കാറ് ഒട്ടിക പൈസ കളക്ട് ആക്കിയിട്ട് ആ പൈസക്ക് എന്താക്കാറ് എത്ര ആളുടെ കണക്ക് നോക്കിയിട്ട് പൈര കൊടുത്തിട്ട് അറുക്കാറ്. അപ്പോൾ അത് ചിലപ്പോൾ അതിലെ കണക്കെല്ലാം എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ഒരു പൈയിൽ ചിലപ്പോൾ 7 ഷെയർ വേണ്ടതുണ്ട്. ചിലത് സ്വാഭാവികമായിട്ട് വേണ്ട. കാരണം അവർ മാർക്കറ്റിൽ ഒരു 20 പൈ എടുക്കുമ്പോൾ 20 പൈ ഒരേ റേറ്റിക്ക് കിട്ടുക. ഒരേ പൈ 20 റേറ്റ് കിട്ടോ സാധ്യതയില്ല. ഊടെ പിന്നെ ആട് ഊടെ എന്താ ഊടെ ഞങ്ങൾ എടുക്കുമ്പോൾ ആട് ഞങ്ങൾക്ക് ഒരേ റേറ്റുകളെല്ലാം ചിലത് കിട്ടും. അത്ര ഞങ്ങൾ റായത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ഒരേ റേറ്റിക്ക് 10 പൈ എവിടെയും കിട്ടില്ല. അപ്പോൾ എന്താ പറയുക ഈ പിന്നെ കൊറോടി പയ്യുന്നതിക്ക് പിന്നെ ആൾ കൊറോടിയും യാറ പയ്യുന്നതിക്ക് 7 ആൾമാർ ഷെയർ കൂടിയ സാഹചര്യമുള്ള ചില റായത്ത് ഈ വലിയ ഷെയറല്ല ബണ്ടല്ല അങ്ങനത്തെ ജാഗരല്ല ബണ്ട. അപ്പം ഞങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കും ഞങ്ങൾക്ക് ആർക്കൊക്കെ മനസ്സുണ്ടാ ഞങ്ങളൊരു ചങ്ങായിമാർ 4-5 ആൾമാർ കൂട്ടിയിട്ട് ഒരു പൈ എടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പൈ 7 ആൾ ഷെയർ കൂടിയിട്ട് ഒരു പൈ അറുക്കുന്നത് ആൻറ്റി നല്ല അഫ്വൽ ഒരാൾ ഒരു ആട് ഇറക്കുന്നതായിട്ടിക്കർ. 7 ആൾ ഷെയർ കൂടിയിട്ട് പൈ ഇറക്കുന്നത് ആൻറ്റി ഫതിലത്ത് ഏത് കൊണ്ടു ഒരാൾ ഒരു ആട് ഇറക്കുന്നേക്കൊണ്ടു. അത് ഞങ്ങൾ മനസ്സിലാക്കണം. ചില ആൾമാർ വിചാരിക്കുന്നത് പയ്യല്ലേ അപ്പോൾ പയ്യ ഇറക്കുന്നതല്ലേ നല്ലുണ്ട്. അല്ല, ഈ ഷെയർ കൂടരുതാൻറ്റി നല്ല എന്തിനേ ഒരു ആട് ഇറക്കുന്നതായിട്ടിക്കർ. അപ്പോൾ ആട് ഞങ്ങൾക്ക് ഇറക്കാം ഒരു ഷെയർ കൂട്ടുന്ന പൈസക്ക് 1000 2000 യാറിട്ടെങ്കിൽ ചിലപ്പോൾ എന്താ ഒരു ആട് കിട്ടും. അപ്പോൾ ഇതൊരു വലിയ ഇബാദത്തായിട്ടിക്കർ. അള്ളാഹു അതിക്ക് പ്രത്യേകമായ ടൈം നിശ്ചയിച്ച എപ്പെങ്കിലും ഒരു കറക്കറുണ്ട് അല്ലല്ലേ ചൊന്നേ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെ അയ്യാമുത്ത ശരീക്കര 13-2 മഗ്രിബ് തോല ഒരു ടൈം അള്ളാഹു സ്പെഷ്യലി നിശ്ചയിച്ച അത് എങ്ങനെ അറക്കണോ എന്തിനു അറക്കണോ അള്ളാഹു സ്പെഷ്യലി ചൊന്ന എന്തിനെങ്കിലും അർത്ഥം ആവില്ലല്ലേ. കോലി ഇറക്കുക ആവില്ല. അതല്ലെങ്കിൽ പിന്നെ 1 റേറ്റുള്ള ഐറ്റം ഉണ്ട് അതിന് ഇറക്കുക ആവില്ല. അള്ളാഹു നിശ്ചയിച്ച ശരാ നിശ്ചയിച്ചതിനെ ഇറക്കണല്ലേ. അപ്പോൾ അതൊരു പ്രത്യേക ഇബാദത്തായിട്ടിക്കർ. അപ്പോൾ ആ ഇബാദത്തിനെ ഒരു പ്രാധാന്യത്തിൽ കണ്ടിട്ട് അതിനെ ആക്കുക ഞങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. എന്തെങ്കിലൊന്നും ആക്കരേണ്ടല്ലതല്ല, ഒട്രാസി ആക്കരേണ്ടുമല്ല, അതിനെ പ്രാധാന്യത്തിൽ ഞങ്ങൾ പിന്നെ അതിനാക്കണം ചൊന്തയിട്ടിക്കർ. ഉലമാക്കന്മാരട്ട ക്വസ്റ്റ്യൻസ് കേൾക്കാറ്. ലജനത്തു ദായ്മട്ട ഒരു ക്വസ്റ്റ്യൻ വന്നത് കട എടുത്തിട്ട് ഉദഹിയത്തറക്കമാണ്ട്. അപ്പം അത് കട എടുത്തിട്ടും ഉദഹിയത്തറക്കുക മനസ്സുള്ള ആൾമാരുള്ളാണ്ടായിട്ടിക്കർ. ആ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവരുത്. കട എടുത്തിട്ട് ഉദഹിയത്തറക്കമാണ്ട്. ലജനത്തു ദായ്മ അതുക്ക് കൊടുത്ത ഫത്വ അല്ലെങ്കിൽ അതുക്ക് കൊടുത്ത ആൻസർ നിങ്ങൾ കട എടുത്തിട്ട് ഉദഹിയത്തറക്ക അത് ജായിസ് ആയിട്ടിക്കർ. മാത്ര ആ കട നിങ്ങൾക്കൊരു നിശ്ചിതമായ ടൈം ഉൾക നിങ്ങൾക്ക് കൊടുത്തു തീർക്കുക ആവൂ. അങ്ങനെ നിങ്ങൾക്ക് പിന്നെ കഷ്ടാവില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം കട എടുത്തിട്ട് നിങ്ങൾക്ക് ഉദഹിയത്ത് കൊടുക്കാം. മാത്രമല്ല ആ കട എടുത്തെങ്കിൽ നിങ്ങൾ ഒരു മുഅസ്സിറാവുക ഒരു പിന്നെ കടത്തിൽ മുങ്ങിപ്പോണ്ട ഒരു സാഹചര്യം ഉണ്ടുണ്ടായെങ്കിൽ നിങ്ങൾ കട എടുക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് കട എടുത്തിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം ഉദഹിയത്ത് കൊടുക്കാണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാവുന്നത് അതിൻ്റെ പ്രാധാന്യത്തെയും അതിൻ്റെ മഹത്വവുമായിട്ടിക്കറ്. അപ്പോൾ അങ്ങനെ കൊടുക്കുക ഉദ്ദേശിക്കുന്ന ആൾമാർ ദുൽഹിജ്ജ 1 ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശരീരത്തെ മുടി അതേപോലെ ഉಗುರು പോലത്തത് അങ്ങ് എടുക്കുക തീരാ ചൊന്തു അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഞങ്ങൾ പ്രത്യേകമായിട്ട് കണക്കാക്കണം. 4 മാത കണ്ടെങ്കിൽ 4 മഗ്രിബിൽ പിന്നെ അതിൻ്റെ ടൈം സ്റ്റാർട്ട് ആവും.
ഇനി നാളെ മാത കണ്ടില്ലെങ്കിൽ നാളെക്കലി മകരിബി പിന്നെ എന്തായെങ്കും ಅದರ ಟೈಮ್ ಎಂದವರು ಸ್ಟಾರ್ಟ್ ಅವರು ಚುಂತೈಟಿಕ್ರಪ್ಪ അങ്ങനെ എടുക്കുകയും നിയത്താക്കി വെച്ചങ്ങ ഗ്യാരണ്ടി ആക്കി ആൽമാരല്ല ആ വിഷയം എന്താക്കണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ചുന്തു ഇവിടെ ನೆನಪಾക്കിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും ഈ ഉള്ള നാല് പിന്നെ ഉപയോഗപ്പെടുത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവന് തന്നതായ ഈ ഒരു ആയുസ്സിൽ അവന് ഇഷ്ടപ്പെട്ടതായ അവന് തൃപ്തിപ്പെട്ടതായ മാക്സിമം അമലാക്കുകയും നാളെ പരലോകത്ത് അവൻ്റെ മുന്നിൽ നിൽക്കുന്നതായ സന്ദർഭത്തിൽ നല്ല ഇബാദത്തെടുത്തതായ അള്ളാഹു സ്വർഗത്തേക്ക് പ്രവേശിക്കുന്നതായ ആൽമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ അല്ലാഹുമ്മ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനാ സിഗാറ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.